നേപ്പാളിൽ സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതിന് പിന്നാലെ തെരുവിൽ അക്രമം അഴിച്ചുവിട്ട യുവാക്കൾ. യൂട്യൂബും ഫേസ്ബുക്കും അടക്കം 26 സോഷ്യൽ മീഡിയ ആപ്പുകളെയാണ് 7 ദിവസത്തേക്ക് സർക്കാർ നിരോധിച്ചത്. ഇതിൽ പ്രകോപിതരായ യുവാക്കളാണ് കാഠ്മണ്ഡുവിൽ പ്രക്ഷോഭത്തിന് ഇറങ്ങിയത്. സംഘർഷത്തിൽ 19 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരുക്കുണ്ട്. ആഭ്യന്തരമന്ത്രി രാജിവെച്ചു എന്നിവയാണ് ഏറ്റവും ഒടുവിലായിട്ട് കിട്ടുന്ന വിവരങ്ങൾ. ഈ മാസം 4-ാം തീയതിയാണ് നേപ്പാളിൽ സമൂഹ മാധ്യമങ്ങൾ നിരോധിക്കുന്നത്. അതിന് പിന്നാലെയാണ് തെരുവിൽ പ്രതിഷേധം ഉണ്ടാവുന്നത്. ജെൻസി പ്രതിഷേധം കനക്കുകയാണ്. വി വിനോദ് ഉണ്ട് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി. വിനോദ്, ഇത് പ്രതീക്ഷിച്ചതിനും അപ്പുറത്തെ പ്രതിഷേധമായി മാറുകയാണ്. മരണസംഖ്യ ഉയരുന്നുണ്ടോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ദിൽന, ഇതുവരെ വെടിവയ്പിൽ 19 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 400-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 10 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. കാഠ്മണ്ഡുവിലും വിവിധ പ്രദേശങ്ങളിലുമായി ജൻസിയുടെ വലിയ പ്രതിഷേധമാണ്. യുവാക്കൾ ഒന്നടങ്കം തെരുവിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നേപ്പാളിൽ ഉള്ളത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമല്ല. അവിടെ ആഭ്യന്തരമന്ത്രി രാജിവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന അനിഷ്ട സംഭവങ്ങളുടെ പേരിലാണ് ആഭ്യന്തരമന്ത്രി രാജിവെച്ചത്. പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും ഒരു ഇടപെടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നൊരു നിലയുണ്ട്. അവിടെ ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും നിരോധിച്ചതാണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഏതാണ്ട് 3 ദശലക്ഷം ആളുകൾ, ആ തരത്തിലുള്ള 3 ലക്ഷം ആളുകൾ അവിടെയുണ്ട്. ആ തരത്തിൽ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഉപയോഗവും. ഇൻസ്റ്റയും ഫേസ്ബുക്കും യൂട്യൂബും ആ തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ നിരോധിക്കുന്ന നിലയിലേക്ക് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് മെറ്റയ്ക്ക് കീഴിൽ വരുന്ന ഈ പ്ലാറ്റ്ഫോമുകളാണ് നിരോധിക്കപ്പെട്ടത്. നേരത്തെ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ വിഭാഗവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കണമെന്ന ഒരു ആവശ്യം നേപ്പാൾ മുന്നോട്ട് വച്ചിരുന്നു. അതിന് കഴിഞ്ഞ അവസാനത്തെ 8 ദിവസം അതിൻ്റെ അവസാന സമയമായി നൽകുകയും ചെയ്തു. എന്നാൽ ആ സമയം കൊണ്ട് ഈ രജിസ്ട്രേഷൻ നടപടികൾ ബഹുരാഷ്ട്ര കമ്പനികൾ പൂർത്തിയാക്കിയില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ടുള്ളൊരു നടപടിയിലേക്ക് രാജ്യം പോയത്. എന്നാൽ അത്ര കണ്ട് ജനകീയമല്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടായില്ല. പലരും ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നം തങ്ങളുടെ ബിസിനസ്സുകളടക്കം നടത്തുന്നത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയാണ്. അങ്ങനെയുള്ള ആ പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള വരുമാനം നിലയ്ക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പ്രത്യേകിച്ച് യുവജനങ്ങൾ, അത് ടൂറിസവുമായി ബന്ധപ്പെട്ടും മറ്റ് പല മേഖലകളുമായി ബന്ധപ്പെട്ടും ആ തരത്തിലുള്ള വരുമാനം നേടിക്കൊണ്ടിരുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് യുവജനങ്ങൾ, അവരുടെ തൊഴിൽ സാധ്യത വലിയ തോതിൽ ഇല്ലാതാകുന്നു എന്ന കാര്യമാണ് പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടുന്നത്. രാജ്യത്തെ അഴിമതി മറച്ചു വെക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചു എന്ന ആരോപണം കൂടി ഈ പ്രതിഷേധക്കാർ ഉയർത്തുന്നുണ്ട്. ദിൽന, നേപ്പാളിന്റെ തെരുവോരങ്ങൾ വലിയ തരത്തിലുള്ള കലാപത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇതുവരെ സംഘർഷത്തിൽ 19 പേരാണ് കൊല്ലപ്പെട്ട്, നിരവധി പേർക്ക് 400ഓളം പേർക്ക് പരുക്കേറ്റതായുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് വി വിനോദ് നൽകിയത്. ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലുള്ള ജെറുസലേമിൽ വെടിവെപ്പ്. ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. 12 പേർക്ക് പരുക്കുണ്ട്. ഇതിൽ 6 പേരുടെ നില ഗുരുതരമാണ്. 2 അക്രമികളെയും വധിച്ചതായി ഇസ്രയേലി പോലീസ് പറഞ്ഞു. ജൂതന്മാർ കൂട്ടമായി താമസിക്കുന്ന റാമോട്ട് എന്ന പ്രദേശത്താണ് അക്രമമുണ്ടായത്. ബസ് സ്റ്റോപ്പിൽ നിന്നവർക്ക് നേരെ അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു. ബസ്സിനുള്ളിലും ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുണ്ട്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവസ്ഥലത്തെത്തിയ പോലീസ് 2 അക്രമികളെയും വെടിവെച്ച് കൊലപ്പെടുത്തി. അക്രമികൾ പലസ്തീൻ സ്വദേശികളാണെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിലെയും രാമള്ളയിലെയും പലസ്തീൻ ഗ്രാമങ്ങൾ ഇസ്രായേൽ സൈന്യം വളഞ്ഞു. ഇതിനിടെ ആക്രമണത്തെ അഭിനന്ദിച്ച് ഹമാസ് രംഗത്തെത്തി. 2 വർഷമായി നടക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ 70,000-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ജമ്മു കശ്മീരിൽ സുരക്ഷാ സേനയും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ. 2 ഭീകരരെ സൈന്യം വധിച്ചു. 2 സൈനികർക്ക് വീരമൃത്യു. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുൽഗാം ജില്ലയിലെ ഖുദാർ വനമേഖലയിൽ സംയുക്ത സേന നടത്തിയ തെരച്ചിലിന് നേരെ തീവ്രവാദികൾ വെടിയുതിർക്കുകയായിരുന്നു. ഓപ്പറേഷനിൽ ഇന്ത്യൻ സേനയ്ക്കൊപ്പം CRPFും ജമ്മു കശ്മീർ പോലീസും പങ്കാളികളായി.
5 സംസ്ഥാനങ്ങളിലും ജമ്മു കശ്മീരിലുമായി 22 സ്ഥലങ്ങളിൽ NIA പരിശോധന നടത്തി. ഇന്ത്യയിലെ തീവ്രവാദ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡ്. കശ്മീരിൽ പുൽവാമ, കുൽഗാം, ഷോപ്പിയാൻ, ബാരാമുള്ള, കുപ്വാര ജില്ലകളിൽ നടത്തിയ പരിശോധനയിൽ 5 ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും ചില ഡിജിറ്റൽ ഉപകരണങ്ങളും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകളും കണ്ടെടുത്തു. ഇവ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കുന്നത്. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് കടുത്ത മത്സരം. രാവിലെ 10 മുതൽ 5 വരെയാണ് പോളിംഗ് നടക്കുക. ഇലക്ടറൽ കോളേജിൽ 782 പേരാണ് ഉള്ളത്. NDAക്ക് 426 MP മാരുടെ പിന്തുണയുണ്ട്.